അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, ആദ്യം ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് കേൾക്കുക. ഇത് ഫുള്ളുണ്ട്, പക്ഷേ ഞാൻ ജസ്റ്റ് കുറച്ച് സെക്കൻഡ് മാത്രമേ വെക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു വീഡിയോ കാണുക. വ്യക്തത വരുത്തുന്നതിനായി സംഭവത്തിൽ ബന്ധപ്പെട്ടവരുടെ വിശദീകരണം പുറത്തു വരുന്നതുവരെ കാത്തിരിക്കാം. എന്തായാലും ഈ വാർത്ത അവതരിപ്പിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാകില്ല എന്നറിയാം. എന്നാലും മതേതര ഹിന്ദുക്കൾ അറിയട്ടെ അത്രമാത്രം. നമോ വാകം. നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ ഒരുപാട് പേജുകളുണ്ട്, വിഷ പേജുകളാണ് എല്ലാം. മാക്സിമം മുസ്ലിങ്ങൾക്കെതിരെ എന്ത് കിട്ടിയാലും അവരൊരിക്കലും അത് മിസ് ചെയ്യാറില്ല. കറക്റ്റായിട്ട് ഇവിടെ മറ്റുള്ള മതക്കാരിലേക്ക് എത്തിച്ചിട്ട് മുസ്ലിങ്ങളെ ശത്രുവാക്കുകയാണ് ഇവരുടെയൊക്കെ പണി. ഇതുപോലെ ഒരുപാട് ചാനലുകളുണ്ട്. അതിൽ മലയാളം ടിവിയും ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ബാക്കിയെല്ലാം 2, 3, 4 എന്ന് പറഞ്ഞിട്ട് പല സ്റ്റേജുകളിലുമുള്ള ചാനലുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നൊരു അവതാരം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, തിരൂരിൽ റെയിൽവേ സ്റ്റേഷൻ ഓപ്പനുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ വരുന്നു, സമദാനി ഉൾപ്പെടെ കുറച്ച് 2-3 ആൾക്കാർ. അപ്പോൾ അത് നല്ല രീതിക്ക് ഓപ്പൺ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ വിളിച്ചത് ഇവിടെ തീരെ പറ്റിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇവന്മാർ നിലവിളക്ക് കൊളുത്താൻ മടിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു വിവാദം കൊണ്ടുവരികയാണ്. ഒന്നാമത്തത്, ഈ മുസ്ലിങ്ങൾ ഏക ദൈവവിശ്വാസക്കാരാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയം തന്നെയാണ്. എന്ന് വെച്ചിട്ട് വിളക്കൊന്നും ആരും കൊളുത്താതിരുന്നിട്ടൊന്നുമില്ല. പല മുസ്ലിം നേതാക്കന്മാരും കൊളുത്തിയിട്ടുണ്ട്. അപ്പോഴും ഇവർ പ്രശ്നം ഉണ്ടാക്കും. ഇവർ കൊളുത്തിയ കാരണം മറ്റുള്ള നേതാക്കന്മാർ അത് പ്രശ്നമാക്കി വന്നിട്ട് വീണ്ടും വിവാദം ആക്കും, ജനങ്ങളുടെ ഇടയിലേക്ക് വിടും. പക്ഷെ ഇതൊന്നും ആരും ഒന്ന് പ്രതികരിക്കില്ല. കാരണം നമുക്ക് അറിയില്ല, നമ്മൾ ഈ അവതാരകം പറയുന്നത് അല്ലെങ്കിൽ ഒരു അവതാരിക പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. ഇതിന്റെ സത്യം എന്താണെന്നൊന്നും നമ്മൾ അന്വേഷിക്കാൻ നിൽക്കില്ല. ഇതിങ്ങനെ റീൽസ് ആയിട്ടൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരുപാട് ഹിന്ദു മതക്കാരൊക്കെ പല രീതിയിലും ചിന്തിക്കും. മുസ്ലിങ്ങൾക്ക് മതകരമില്ല, മുസ്ലിങ്ങളെ ആൾക്കാർ ശരിയല്ല എന്നുള്ള രീതിയിൽ വരുത്തും. എന്നിട്ട് ഇവർക്ക് കൃത്യമായിട്ട് വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ കഴിയും ഒരു വിഭാഗം ആൾക്കാർ. ഇതാണ് ഇതിന്റെ ലക്ഷ്യം. ബേസിക്കലി പറഞ്ഞതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ ഈ പെണ്ണെന്ന് പറഞ്ഞത് അവസാനം കണ്ടില്ലേ, മാക്സിമം എന്തൊക്കെ പറയാൻ പറ്റുമോ അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ എന്ത് ചെയ്തു, ഈ തന്നെ ഇവർ വന്ദേ മാതരം പാടിയില്ല എന്നൊക്കെ പറഞ്ഞൊരു വിവാദം കൂടെ ഉണ്ടാക്കുന്നു. അതിൻ്റെ ഇടയിൽ മോദിനെ കൊണ്ടുവരുന്നു. മോദി അവിടെ റെയിൽവേ സ്റ്റേഷൻ പുതിയ ട്രെയിൻ കൊണ്ടുവന്നതിനെ കുറിച്ചിട്ട് ഇടയിൽ ഇവർ കുറ്റം പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ കുത്തിക്കയറ്റുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ അകത്ത് ഇവർക്ക് റീൽസ് ഉണ്ടാക്കി വിടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു വിഭാഗം ആൾക്കാരുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കുക. ഇതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. എന്നിട്ട് അവസാനം പറയുന്നതല്ലേ, ഇവിടെ മതേതരമുള്ള ഹിന്ദുക്കളെ നോക്കിയിട്ട് പറയുകയാണ് ജന്തുക്കൾ എന്ന് അവരൊക്കെ പറയുന്നില്ല. ഇതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. ഇതിൻ്റെ അകത്ത് മുസ്ലിങ്ങളെ വെറുപ്പുണ്ടാക്കിയിട്ട് കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ ഒരു ഭരണം കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതിലൂടെ എന്താ ലക്ഷ്യം വെക്കുന്നത് വെച്ചാൽ വളരെ സിമ്പിളാണ്. അഴിമതി നടന്നാലും പ്രശ്നമില്ല, എന്ത് തോന്നിവാസം കാണിച്ചാലും പ്രശ്നമില്ല. ഇപ്പം ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എല്ലാം അറിയാം, ഈശ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങളുണ്ടായി. സത്യം പറഞ്ഞത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാജിവെച്ച് പോകേണ്ടി വരും, പ്രധാനമന്ത്രി വരെ കോൺഗ്രസിൻ്റെ. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഒരു പ്രശ്നവുമില്ല, കൂളായിട്ട് റണ്ണാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അവിടെ വന്നിട്ട് എല്ലാത്തിനെയും സംരക്ഷിക്കുന്നത് ഈ മതം എന്ന് പറയുന്ന ഒരു സംഭവം. ജനങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം നമ്മളെ രക്ഷിക്കാൻ വന്ന ഒരു ദൈവപുത്രനാണ് എന്ന നിലയ്ക്കാണ് ഇതിങ്ങനെ പോകുന്നത്. ഇതിങ്ങനെ തന്നെ പോവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ടോട്ടലി ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ വന്നിട്ട് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് വെച്ചിട്ട് മാത്രമാണ് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് പ്രിയ സുഹൃത്തുക്കളെ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരുപാട് ചാനലുകൾ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എന്ന് വേണ്ട എല്ലാത്തിലും ഒരുപാട് അവതാരകന്മാർ കടന്നിട്ട് റീൽസ് ഉണ്ടാക്കിയിട്ട് വളരെ കൃത്യമായിട്ട് കളിക്കുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കൾ. ഇപ്പോൾ ഒരു പരിപാടി നടക്കുകയാണ് ഗവൺമെൻറ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആര് വരണം, ആര് നിലവിളക്ക് കൊളുത്തണം, അല്ലെങ്കിൽ ആര് റിബൺ വെട്ടണം, ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചിരിക്കണം. അപ്പോൾ മുസ്ലിങ്ങളായ നേതാക്കന്മാരെയാണ് വിളിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരോട് സംസാരിക്കണം. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഇതിന് നിങ്ങളിങ്ങനെ നിലവിളക്ക് കൊളുത്താൻ റെഡിയാണോ, നിങ്ങൾക്ക് അത് അനുവദിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ അതിന് വിളിക്കരുത്, പകരം വേറെ ആളെ അതിന് വേണ്ടി കണ്ടെത്തണം. അല്ലെങ്കിൽ ആ പരിപാടിക്ക് അവരെ വിളിക്കരുത്, ഒഴിവാക്കി വിടുക. ഇവിടെ നിലവിളക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പരിപാടിക്ക് തന്നെ വരണ്ട എന്നുള്ളത്, അല്ലെങ്കിൽ അവരെ വിളിക്കാതിരിക്കുക. നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ അവർ വരുന്നത്. അപ്പോൾ നിലവിളക്ക് അവർ കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യുക, അവരെ ഒഴിവാക്കുക. അങ്ങനത്തെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഏതൊരു ആളെയും ഏത് പരിപാടിക്ക് വിളിക്കുമ്പോഴും അത് ഏത് മതക്കാരനായാലും ശരി, അവിടെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ട്, നിങ്ങളായിരിക്കും ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെ റിബൺ വെട്ടുന്നത് നിങ്ങളാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നിലവിളക്ക് കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ നേരത്തെ ചോദിച്ച് വെക്കണം. അതിനവർ ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ അവരോട് ആ സ്റ്റേജിൽ വെച്ച് ചോദിക്കരുത്, നിലവിളക്ക് കൊടുക്കണമെന്നൊന്നും ചോദിക്കാൻ നിൽക്കരുത്. അവിടെ ഇതൊന്നും ചെയ്യാതെ ഏകദൈവ വിശ്വാസികളെ കൊണ്ടുവന്നിട്ട് ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ചിലപ്പോൾ നിലവിളക്ക് കൊടുത്താൽ മടിക്കുന്നുണ്ടെങ്കിൽ അതിന് മതത്തിനെ കുത്തിക്കയറ്റേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാലോ. അറിയുന്നവരെ കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മൾ ഇത് ചെയ്യുന്നത് ശരിയല്ലോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കമൻറ്റിൽ പറയുക എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ വിവാദങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നത്, ഇതിലൂടെ എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് കമൻറ്റിൽ പറയുക.